ശക്തമായ കാറ്റിലും മഴയിലും മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കെട്ടിയ പന്തൽ തകർന്നുപോയി. പന്തലിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അപകടത്തിൽ ഭാഗ്യം, ആർക്കും പരിക്കില്ല. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, എപ്പോഴാണ് ഈ സംഭവം? എന്തായാലും ആർക്കും പരിക്കില്ല, അത്യാഹിതമില്ല എന്നറിയുമ്പോൾ ആശ്വാസം. SKN അതുതന്നെയാണ്, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്, ആർക്കും പരിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് 18-ാം തീയതി മുതൽ 22-ാം തീയതി 5 ദിവസമാണ് അവിടെ മലപ്പുറം ജില്ലാ കലോത്സവം നടക്കേണ്ടത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ് മലപ്പുറം ജില്ലാ കലോത്സവം എന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയുമൊക്കെ ഉണ്ടായത്. ആ സമയത്ത് പന്തലിനകത്ത് 200ഓളം വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മുകളിലേക്ക് പന്തൽ തകർന്ന് വീഴാതിരുന്നത് രക്ഷയായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഏകദേശം 1000ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു പന്തൽ ക്രമീകരിച്ചിരുന്നത്. 18,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പന്തലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ആ ടാർപ്പായ കൊണ്ടായിരുന്നു പന്തൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. മഴ പെയ്ത സമയത്ത് ടാർപ്പായക്കുള്ളിൽ വെള്ളം തങ്ങുകയും അങ്ങനെ ഈ വെള്ളം തൂങ്ങിയതിന് ശേഷം അത് പൊട്ടി വീഴുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വരുന്ന 5 ദിവസത്തേക്കുള്ള ഭക്ഷണ സാധന സാമഗ്രികളൊക്കെ ആ പന്തലിനകത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പൊഴിഞ്ഞു വീഴുന്നതിന് കുറച്ച് മുമ്പ് അതിൻ്റെ പാലുകാച്ചൽ കർമ്മം നടത്താൻ ഇരിക്കുകയായിരുന്നു. DD ഉൾപ്പെടെയുള്ള ആളുകൾ വരാൻ കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. ഇന്ന് സ്കൂളിൻ്റെ വകയായിരുന്നു, അതായത് VMC HSS സ്കൂളിലാണ് ഇത്തരത്തിലുള്ള പന്തൽ ക്രമീകരിച്ചിട്ടുള്ളത്. ആ സ്കൂളിൻ്റെ വക ഭക്ഷണമൊക്കെ വിതരണം ചെയ്തതിന് ശേഷമാണ് അനിഷ്ട സംഭവം നടന്നിട്ടുള്ളത്. നാളെയായിരുന്നെങ്കിൽ വലിയൊരു അപകടം നടക്കുമായിരുന്നു. എന്തായാലും ഈ പന്തലിൽ ഇനി ഇത്തരത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന പരിപാടികളൊന്നും നടത്താൻ അനുവദിക്കില്ല, അവിടെ ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. DD ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.